സാലറി ഒരു എൻട്രി കേഡർ ആണെന്നുണ്ടെങ്കിൽ 27,200 ആണ് ബേസിക് പേ എന്ന് പറയുന്നത്. ദെൻ ഈ പറയുന്ന റിവിഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്ക് എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ച് അപ് ടു 72,000 വരെ 72,600 വരെ പറ്റും. ബട്ട് കയറുമ്പോഴേക്കും ഒരു 27,300 ആണ് 200 ആണ് ഒരു ബേസിക് പേ കയറുമ്പോൾ കിട്ടുന്നത്. സിലബസ് എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിക്കലും മെക്കാനിക്കലും കൂടെ ചേർന്നതാണ് സിലബസ് എന്ന് പറയുന്നത്. 60 മാർക്സോളം ഇലക്ട്രിക്കൽ നിന്നാണ് വരുന്നത്. 60% മാർക്ക് ഇലക്ട്രിക്കൽ നിന്നും ഒരു 40% മാർക്ക് വരുന്നത് മെക്കാനിക്കൽ നിന്നാണ് വരുന്നത്. ഇങ്ങനെയാണ് ITI കഴിഞ്ഞ കാൻഡിഡേറ്റിനൊക്കെ നല്ല എൻട്രിക്ക് പറ്റുന്ന അത്യാവശ്യം നല്ലതാണ്. ബട്ട് ഇപ്പോൾ ഡിഗ്രി വരെ അക്സെപ്റ്റബിൾ ആണ് നോട്ടിഫിക്കേഷനിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ബട്ട് അവർക്കും ഒരു ജോബിന് കയറുക എന്നൊരു സ്കെനാരിയോ ആണെന്നുണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ അവിടുത്തെ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മാക്സിമം മാർക്ക് 82 മാർക്സാണ് മാക്സിമം മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അത് എഴുതാനായിട്ട് ഉദ്യോഗാർത്ഥികൾ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു തസ്തികയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അതായത് ഈ തസ്തികയുടെ റോള് എന്തൊക്കെയാണ്, ഈ ഒരു ഉദ്യോഗാർത്ഥി ഈ ഒരു പോസ്റ്റിലേക്ക് കയറിയാൽ അവിടെ ചെയ്യേണ്ടി വരുന്ന ഉത്തരവാദിത്തങ്ങൾ, രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രമോഷൻ സാധ്യതകൾ, അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ തയ്യാറെടുപ്പുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. നമ്മുടെ സംശയങ്ങൾക്കും നമ്മുടെ പഠനത്തിന് കൃത്യമായ ദിശാബോധം നൽകുന്നതിനും നമ്മളോടൊപ്പം ഉള്ളത് വിദഗ്ധ അധ്യാപകനായ പ്രശാന്ത് കെ പ്രസാദ് ആണ്. സ്വാഗതം ചെയ്യാം പ്രശാന്ത് കെ പ്രസാദിനെ. സർ, അതായത് കേരള വാട്ടർ അതോറിറ്റിയിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണ് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു പോസ്റ്റ് എന്താണ്, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നായിരിക്കും ആദ്യം ഉദ്യോഗാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്താണ് ശരിക്കും കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ? കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു എൻട്രി ലെവൽ, ഒരു ITI പോലെയുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ വെച്ചുള്ളതാണ്. അപ് ടു BTech ഡിഗ്രി PG ഉള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ സാധിക്കും. ബട്ട് ഇതിൻ്റെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ബേസിക്കലി വളരെ ഒരു ഫിസിക്കലി ചലഞ്ച് ഒന്നും ഇല്ലാത്ത ഒരു സ്ട്രെസ് റിലീഫ് ആയിട്ടൊരു ജോബാണ് ബേസിക്കലി ഈ ഒരു ഓപ്പറേറ്റർ പോസ്റ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി ഈ വാട്ടർ അതോറിറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പല റീജിയൻസ് ഉണ്ട്. അതായത് നമ്മൾ റോ വാട്ടർ കളക്ട് ചെയ്യണം, പിന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് ഉണ്ട്, പിന്നെ അത് പ്രോപ്പർലി ടാങ്കിലോട്ട് പമ്പ് ചെയ്യുന്ന സ്കീംസും ഉണ്ട്. അപ്പോൾ ഈ ഓരോ റീജിയൻസിലും ഒരു മാനേജ് ചെയ്യാൻ ഒരു പേഴ്സണാലിറ്റീസ് ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കളക്ട് ചെയ്യാനും ദെൻ പ്രോസസ്സിംഗ് പ്ലാന്റിൽ മാനേജ് ചെയ്യാനും ദെൻ സഫീഷ്യൻ്റ് ആയിട്ട് പമ്പ് ചെയ്ത് വാട്ടർ ടാങ്കിലോട്ട് പമ്പ് ചെയ്ത് കയറ്റാനും ദെൻ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഈ പറയുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ജോബ് ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. സോ ഹെക്ടിക് ആയിട്ടുള്ള ജോബ്സ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്യുക ഓരോ റീജിയൻസ്. ഇപ്പം ബട്ട് ഇൻ പ്ലാന്റ് വരുമ്പോഴേക്കും അതിൻ്റെ കീഴിൽ കുറച്ച് വർക്കേഴ്സ് ഒക്കെ കാണും. നേരെ മറിച്ച് റോ വാട്ടർ കളക്ഷൻ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ റീജിയൻ ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് അത് കൺട്രോൾ ചെയ്യുക. വാട്ടർ ഹെഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അത് സഫീഷ്യൻ്റ് ആണോ എന്നൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് കണ്ടിന്യൂസ്ലി വാട്ടർ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഒരു ITI കഴിഞ്ഞ കാൻഡിഡേറ്റിനൊക്കെ നല്ല എൻട്രിക്ക് പറ്റുന്ന അത്യാവശ്യം നല്ലതാണ്. ബട്ട് ഇപ്പോൾ ഡിഗ്രി വരെ അക്സെപ്റ്റബിൾ ആണ് നോട്ടിഫിക്കേഷനിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ബട്ട് അവർക്കും ഒരു ജോബിന് കയറുക എന്നൊരു സ്കെനാരിയോ ആണെന്നുണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ്. ബട്ട് മോർ ടെക്നിക്കൽ അല്ല, ഇതൊരിക്കലും ഒരു ടെക്നിക്കൽ പോസ്റ്റ് അല്ല, ഒരു മാനേജറിക്കൽ ടൈപ്പ്, എൻട്രിയിൽ ഒരു മാനേജറിക്കൽ ടൈപ്പ് ഒരു പോസ്റ്റാണ് ഈ പറയുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ ഇതിന്റെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യപ്പെടാം. വാട്ടർ കളക്ഷൻ മുതൽ പ്രോസസ് ചെയ്യുന്ന ഏത് സ്റ്റേജിൽ വേണമെങ്കിലും. അതെ, നമുക്കിപ്പോൾ ഒരു റീജിയൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ 3 സ്റ്റേജും കാണും. ഇപ്പം നമ്മുടെ പുഴയുടെ അടുത്തൊക്കെ നമ്മൾ വാട്ടർ പമ്പ്സ് കണ്ടിട്ടുണ്ടല്ലോ, അവിടെ ഒരു ഓപ്പറേറ്റർ കാണും. കാരണം റോ വാട്ടർ കളക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു 3 സ്റ്റേജിൽ എവിടെ വേണമെങ്കിലും ഇതിൻ്റെ ഒരു പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു ഒരു പൊസിഷനിങ് നടത്താൻ പറ്റുന്നതാണ്, എവിടെ വേണമെങ്കിലും ആകാം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇൻടേക്ക് നടത്തുന്നത്. കാരണം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വാട്ടറിൻ്റെ ലഭ്യത ആവശ്യമാണ്. അപ്പോൾ ഈ എല്ലാ റീജിയനിലും സഫീഷ്യൻറ്റ് എംപ്ലോയീസും, കാരണം ഇത് 24/7 വർക്ക് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഈ പറയുന്ന വാട്ടർ കളക്ഷനും പ്രോസസ്സിങ് എല്ലാം 24/7 നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ എല്ലായിടത്തും ഈ കംപ്ലീറ്റ് 24 അവേഴ്സും ആൾക്കാർ വേണ്ടതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇൻടേക്ക് നടക്കുന്നത് തന്നെ. അപ്പോൾ സാറേ, ഇപ്പം നമുക്ക് പോസ്റ്റിനെ പറ്റി മനസ്സിലായി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ കുറച്ചെങ്കിലും ആൾക്കാരെ പുതുതായിട്ട് എഴുതുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ PSCയെ പറ്റി അവെയർ അല്ലാത്തവരുണ്ടായിരിക്കും. ഈ നോട്ടിഫിക്കേഷൻ കണ്ടു, നമ്മുടെ വീഡിയോ കണ്ടായിരിക്കും അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷ എങ്ങനെയാണെന്നുള്ള ഒരു സംശയം ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിന്റെ എക്സാമിനേഷൻ? ഓക്കെ, കൺവെൻഷനലായിട്ട് നടക്കുന്ന രീതിയിൽ തന്നെയാണ് PSCയുടെ നടക്കുന്ന പോലെ തന്നെയാണ് നടക്കുന്നത്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. ഇതിൽ നെഗറ്റീവ് മാർക്കുണ്ട്, 1/3 എന്ന് പറയുന്ന നെഗറ്റീവ് മാർക്ക്. PSCയുടെ കൺവെൻഷണൽ നെഗറ്റീവ് മാർക്ക് തന്നെ വരുന്നതാണ്. 100 ക്വസ്റ്റ്യൻ ഉണ്ട്.
നെഗറ്റീവ് മാർക്കുണ്ട്. അതാണ് എസ്പെഷ്യലി പറയാനുള്ളത്. ആദ്യമായിട്ട് വരുന്ന കുട്ടികൾക്ക് അറിയില്ലായിരിക്കും ഒരുപക്ഷെ. 1/3 എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് മാർക്കും ഉണ്ട്. ദെൻ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിക്കലും മെക്കാനിക്കലും കൂടെ ചേർന്നതാണ് നമുക്ക് സിലബസ് എന്ന് പറയുന്നത്. 60 മാർക്സോളം ഇലക്ട്രിക്കൽ നിന്നാണ് വരുന്നത്. 60% മാർക്ക് ഇലക്ട്രിക്കലിൽ നിന്നും ഒരു 40% മാർക്ക് വരുന്നത് മെക്കാനിക്കലിൽ നിന്നാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് ഡിസ്ട്രിബ്യൂഷന് വരുന്നത്. ബട്ട് മെജോറിറ്റി ഈ പറയുന്ന ഇലക്ട്രിക്കൽ സബ്ജക്ട്സിൽ നിന്ന് ആണ് വരുന്നത്. ബട്ട് ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികൾക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതായത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള വരുന്ന ചോദ്യങ്ങളാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ അറിയാൻ സാധിച്ചത്. അതായത് ബേസിക് സബ്ജക്ട് നോളജ് ഇൻ ഡെപ്തിൽ പോകാതെ എല്ലാത്തിൻ്റെയും ഫണ്ടമെന്റൽസ്, ഇലക്ട്രിക്കലിൻ്റെ ആണെങ്കിലും ശരി മെക്കാനിക്കലിൻ്റെ ആണെങ്കിലും ശരി എല്ലാത്തിൻ്റെയും ഫണ്ടമെന്റൽ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സബിൻ്റെ ലെവലിലോ എയുടെ ലെവലിലൊന്നും പഠിക്കാതെ തന്നെ ഒരു ITI ലെവലിൽ തന്നെ, അതായത് ബേസ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ ലെവലിൽ സെക്കൻഡ് ഇയർ ലെവലിൽ പഠിക്കുന്ന രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് വരുന്നത്. എസ്പെഷ്യലി നെഗറ്റീവ് മാർക്സ് ഉണ്ടാവും. 100 മാർക്ക് പണ്ടൊക്കെ ആണെങ്കിൽ GK ഒക്കെ ഉണ്ടാകും. ഒരു 2020 മുന്നേക്കുള്ള ടെക്നിക്കൽ എക്സാംസിനൊക്കെ ആണെങ്കിലും GK ഉണ്ടായത്. ബട്ട് ഇപ്പം ഗവൺമെന്റ് കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റി 100% ടെക്നിക്കൽ തന്നെയാണ് വരുന്നത്. സോ 100% ടെക്നിക്കൽ ക്വസ്റ്റ്യൻ, അതിൽ തന്നെ 60% ഇലക്ട്രിക്കൽ, 40% മെക്കാനിക്കൽ എന്നുള്ള രീതിയിലാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. 100 മാർക്സാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സാറ് എക്സാമിനേഷനെ പറ്റി പറഞ്ഞപ്പം സാറ് ടെക്നിക്കൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ സിലബസ് എങ്ങനെയായിരിക്കും സാർ? മെയിൻ ആയിട്ട് ഇതിന്റെ സിലബസ് എങ്ങനെയായിരിക്കും? സിലബസ് കഴിഞ്ഞ ഒരു എക്സാമിന്റെ പാറ്റേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മാർക്സ് ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത്. അത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലോസ് കാര്യങ്ങൾ പോലെയുള്ള ഒരു 15 മാർക്സിന്റെ വരും. പിന്നെ 5 മാർക്സ് എന്ന് പറയുന്ന ഒരു 45 മാർക്സ് ഈ പറയുന്ന പവർ ഇലക്ട്രോണിക്സ്, മെഷീൻസ്, പവർ സിസ്റ്റം, AC ഫണ്ടമെന്റൽസ്, മാഗ്നറ്റിസം എന്നൊക്കെ പറഞ്ഞ 5 മാർക്കിന്റെ ഒരു 45 ചോദ്യങ്ങൾ. ഇങ്ങനെയാണ് ഇലക്ട്രിക്കലിൽ ഒരു 60 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ 15 മാർക്ക് ബേസിക്കിൽ നിന്ന് തന്നെ ഉണ്ട്. അതിൽ നമ്മൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ +1 +2 കാലഘട്ടത്തിലും ഫസ്റ്റ് ഇയർ ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന ഒരു ബേസിക് കോൺസെപ്റ്റുകളെ പറ്റിയൊക്കെ 15 മാർക്കിനും, പിന്നെ സബ്ജക്റ്റുകളെല്ലാം 5 മാർക്ക്, പവർ ഇലക്ട്രോണിക്സ് 5 മാർക്ക്, മെഷീൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് 60. ഇതെല്ലാം കൂടെയാണ് ഇലക്ട്രിക്കലിന്റെ ഒരു 60 മാർക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 44 മാർക്കായിരുന്നു. അതായത് ഈ 60 മാർക്കിൽ ഒരു 50 മാർക്ക്, അതായത് ഒരു 90-95% മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അവിടെ ഉണ്ടാവും. ഇതിനുശേഷം വരുന്നത് ഒരു 40 മാർക്കോളം വരുന്നത് മെക്കാനിക്കൽ നിന്നാണ്. അതായത് IC എൻജിൻസ്, ഫ്ലൂയിഡ്സ്, ദെൻ പൈപ്പിന്റെ ഫാസ്റ്റനേഴ്സിന്റെ കേസ്, പവർ ട്രാൻസ്മിഷൻ, അങ്ങനെയൊക്കെയുള്ള മെക്കാനിക്കലിന്റെ ഒരു 40 മാർക്കിന്റെ മാർക്ക് ഷെയർ ആണ് നെക്സ്റ്റ് വരുന്നത്. ഇതിനും ഈ പറയുന്ന പോലെ തന്നെ ഒരു 15 മാർക്സിന്റെ മെയിൻ സബ്ജക്ട് വരുന്നുണ്ട്. ദെൻ IC എൻജിൻസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് 5 മാർക്സിന്റെ 15 മാർക്സിന്റെ മാർക്ക് ഷെയർ. അങ്ങനെ ഒരു 40 മാർക്ക് മെക്കാനിക്കൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മാക്സിമം മാർക്ക് 82 മാർക്സ് ആണ് മാക്സിമം മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ നിന്ന് ഒരു 45-50 മാർക്ക് സ്കോർ ചെയ്യുകയും നെക്സ്റ്റ് ഒരു മെക്കാനിക്കൽ പാർട്ടിൽ നിന്ന് ഒരു 20-30 മാർക്ക് സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് വരെ എത്താനുള്ള ഒരു പോസിബിലിറ്റി അവിടെയുണ്ട്. ബട്ട് മെജോറിറ്റി ഒരു 60% ഏറ്റവും മേജറായിട്ട് ചോദിക്കുന്ന ഇലക്ട്രിക്കലിൽ നിന്നും റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് ഒരുപക്ഷെ മെക്കാനിക്കലിന്റെ മാർക്കും ആയിരിക്കും. റാങ്ക് സ്കോർ ചെയ്യുന്ന ആ ഒരു ക്രൂഷ്യൽ ഫാക്ടേഴ്സും വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിലബസിന്റെ ഡിസ്ട്രിബ്യൂഷനും സബ്ജക്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ബട്ട് എല്ലാം 1-2 വരികളിലാണ് സിലബസ് എല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഫണ്ടമെന്റൽസ് മാത്രമാണ്, ഇൻ ഡെപ്തിൽ പോകാതെ എല്ലാത്തിൻ്റെയും ഫണ്ടമെന്റൽസിൽ നിന്നായിരിക്കും ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക. സോ ഇതാണ് ഈ ഒരു കഴിഞ്ഞ എക്സാമിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സിലബസിനെ പറ്റിയും ക്വസ്റ്റ്യൻസിനെ പറ്റിയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ഈ സിലബസിനെ പറ്റി പറഞ്ഞപ്പോൾ സാർ ഓൾറെഡി പറഞ്ഞു, ഇപ്പൊ നമ്മളൊരു ബേസ് ലെവലിൽ നിന്ന് പഠിച്ചാൽ മതി. അപ്പം ഇതിന്റെ യോഗ്യത IT ആണ്. അപ്പം വളരെ ക്ലിയർ ആയിട്ട് ചോദിച്ചാൽ ITI ലെവലിൽ നിന്നുകൊണ്ട് മാത്രം പഠിച്ചാൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് നെമി എന്ന് പറയുന്ന ഒരു ബേസ് ടെസ്റ്റ് ബേസ് ആണല്ലോ പോകുന്നത്. അപ്പൊ ആ ഒരു ബേസിൽ നിന്നാ മതി ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ. എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ ഒരു പക്ഷെ അത് മതിയെങ്കിലും നമുക്ക് ഒരു നല്ല റാങ്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഡിപ്ലോമ ലെവലിലെ എക്സാമിന്റെ രീതിയിലെങ്കിലും പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ഹയർ റാങ്കിലോട്ടൊക്കെ എത്താൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 82 ആണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു ITI ലെവലിൽ നിന്ന് പഠിച്ചാൽ ഒരിക്കലും നമുക്കൊരു 82 മാർക്ക് അല്ലെങ്കിൽ 70-80 മാർക്കിലോട്ട് എത്താൻ സാധിക്കത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു സബ് എഞ്ചിനീയർ ലെവലിലെങ്കിലും നമ്മൾ സബ്ജക്റ്റിലേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു
ലെവലിലോട്ട് റിട്ടേൺ എക്സാമിൽ ഒരു 75 അല്ലെങ്കിൽ 70 എബോവ് എങ്കിലും എത്തുള്ളൂ. കാരണം ഈ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലാണെങ്കിൽ പോലും ഒരു ഫണ്ടമെന്റൽസിൽ മാത്രം നിന്ന് പഠിക്കുകയാണെങ്കിൽ 40-45 ഒക്കെ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പക്ഷെ നമുക്ക് അതല്ലല്ലോ വേണ്ടത്. നമുക്ക് എപ്പോഴും ടോപ്പ് ലെവലിൽ എത്തണം. കാരണം ഫസ്റ്റ് സെറ്റ് ഓഫ് അഡ്വൈസ് തന്നെ നമുക്ക് കയറി പോവാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു സബ് എഞ്ചിനീയർ ലെവലിലെങ്കിലും പഠിച്ചാൽ മാത്രമേ നമുക്കൊരു 60 എബോവ് അല്ലെങ്കിൽ 65 എബോവ് എങ്കിലും മാർക്കിലോട്ട് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. സോ നമ്മൾ നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്ത്, അതായത് IT എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാതെ ഒരു പടി മുകളിലോട്ട്, ഇപ്പോൾ ഏത് എക്സാം ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സബ് എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ A ലെവലിൽ പഠിക്കണം, A ആണെന്നുണ്ടെങ്കിൽ AP ലെവലിൽ പഠിക്കണം. ആ ഒരു സ്റ്റെപ്പ് മുകളിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു എക്സാം എഴുതി കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷനും ആ കട്ട് ഓഫിനേക്കാളും ഒരു 10-20% മുകളിൽ മാർക്ക് നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ സാധിക്കുള്ളൂ. 44 മാർക്കല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഒരു 70-75 മാർക്ക് വേണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവലിൽ നിന്ന് തന്നെ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും ITI ലെവലിൽ നിന്ന് പഠിക്കാൻ പാടില്ല. ഒരു സബ് എഞ്ചിനീയർ ലെവലിൽ നിന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു 70-75 ഇത് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു 70-75 മാർക്ക് ഈസി ആയിട്ട് അക്വയർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഓൾറെഡി സബിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ പഠിക്കുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് ഈ 60 ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു 50-55 ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഈവൻ മെക്കാനിക്കൽ പഠിക്കുന്ന കുട്ടികൾക്ക് 40 ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു 30-35 ഒക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും ആ ITI ലെവലിൽ ഒതുങ്ങി നിൽക്കാതെ ഒരു സ്റ്റെപ്പ് മുകളിൽ നിന്ന് തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന കുറച്ചുകൂടെ കൂടി പോകാനാണ് സാധ്യത കൂടുതലുള്ളത്. സാർ, ഇനി അടുത്തതായിട്ട് ഇപ്പം സിലബസിന്റെ ഒരു സ്ട്രക്ചറും പഠിക്കേണ്ട രീതി നമ്മൾ പറഞ്ഞു. ഇനിയുള്ളത് ഇതിന്റെ ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ്. പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കി ഇനി എങ്ങനെ പഠിക്കണം, അതായത് പഠനത്തിൽ ഏതൊക്കെ രീതിയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, സിലബസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ പഠിച്ചാലാണ് അത് എളുപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റും, തുടങ്ങിയ നിരവധി സംശയങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇനിയും ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് സാറിന് ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്ന രീതിയിൽ പറയാൻ പറ്റുന്നത്? സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സിലബസ് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ 60% അല്ലെങ്കിൽ 50% കൂടുതൽ ഇലക്ട്രിക്കലാണ് വരുന്നത്. അപ്പോൾ ഇലക്ട്രിക്കലിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ കട്ട് ഓഫിൻ്റെ കേസ് പറഞ്ഞല്ലോ 44 വരുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക്കൽ തന്നെ മെക്കാനിക്കൽ മാത്രം പഠിച്ചാൽ ഒരിക്കലും നമുക്ക് ഈ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് ഓൾറെഡി അപ്പം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇലക്ട്രിക്കലിനെ വിട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം പല കോഴ്സുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ഫസ്റ്റ് ഓഫ് ഓൾ ഫോക്കസ് ചെയ്യുക. കാരണം മെക്കാനിക്കൽ പാസ്സായ ഒരു കുട്ടിക്ക് ഈ ഒരു ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഒരു ഏലിയൻ സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ വിട്ടുകൊണ്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും സാധിക്കത്തില്ല. അപ്പോൾ പ്രൈമറി ചെയ്യേണ്ടത് ഈ പറയുന്ന ഇലക്ട്രിക്കലിൽ ഫോക്കസ് ചെയ്യുക. ഇലക്ട്രിക്കൽ അല്ലാത്ത കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലിൽ ഫോക്കസ് ചെയ്യുക. കാരണം മെക്കാനിക്കൽ സിവിലുകാർക്കൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും ഇതൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇലക്ട്രിക്കൽ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ടൈം, ഇപ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നെല്ലാം കഴിഞ്ഞു, ഇനിയുള്ള ടൈം എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ മെജോറിറ്റി ഇലക്ട്രിക്കലിൽ ഫോക്കസ് ചെയ്യുക. ഇലക്ട്രിക്കലിൽ ഓരോ സിലബസും ഈ മെഷീൻസ് ആണെങ്കിലും ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും അവർക്ക് പഠിക്കാത്ത സബ്ജക്റ്റ് ഏതൊക്കെയാണോ അതിൽ ഫോക്കസ് ചെയ്ത് അതിൽ നിന്ന് ഈ 5 മാർക്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഓരോ സബ്ജക്റ്റിൽ നിന്നും 3-4 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാൻഡിഡേറ്റ്സ് എത്തണം. അതിനുവേണ്ടി മേജർ ടൈമും ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഫോക്കസ് ചെയ്യുക. ഇലക്ട്രിക്കൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ മേജർ ടൈമും മെക്കാനിക്കലിൽ ഫോക്കസ് ചെയ്യുക. കാരണം ഇലക്ട്രിക്കൽ പഠിക്കാതാണെങ്കിൽ പറയുന്ന IC എഞ്ചിൻസ് ആണെങ്കിലും ശരി, ഫ്ലൂയിഡ്സ് ആണെങ്കിലും ശരി, അതൊക്കെ പമ്പ് ആണെങ്കിലും ശരി, ഈ ഇലക്ട്രിക്കൽ പഠിക്കാതെ ബേസിക് മെക്കാനിക്കൽ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു അത്രയ്ക്ക് നോളജ് ഇല്ലാത്തൊരു പോർഷനാണ് ഈ മെക്കാനിക്കൽ പോർഷൻ. അപ്പോൾ ഇലക്ട്രിക്കലുകാർ ഈ പറയുന്ന മെക്കാനിക്കൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഏതാണോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻ അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. നേരെ മറിച്ച് മെക്കാനിക്കലുകാർ ഇലക്ട്രിക്കൽ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുക. കാരണം ഇലക്ട്രിക്കൽ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് മോഡിൽ മാത്രം പഠിച്ച് അല്ലെങ്കിൽ 2-3 മോഡിൽ മാത്രം പഠിച്ചുകൊണ്ട് ഒരിക്കലും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഈ പറയുന്ന 6-7 മോഡ്യൂൾ, ആദ്യത്തെ 6-7 മോഡ്യൂൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു 60-70 മാർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇലക്ട്രിക്കലുകാരാണെന്നുണ്ടെങ്കിൽ മേജർ ഫോക്കസ് മെക്കാനിക്കലിൽ കൊടുത്തിട്ട് സെക്കൻഡറി ആയിട്ട് ഇലക്ട്രിക്കലിലോട്ട് ഫോക്കസ് ചെയ്യുക. കാരണം വളരെ സിമ്പിൾ സിലബസ് ആണ് ഇലക്ട്രിക്കൽ, ക്രാക്ക് ചെയ്യാൻ സാധിക്കും. മെജോറിറ്റി മെക്കാനിക്കലിന് കൊടുത്തിട്ട് ഒരു 30% ഫോക്കസ് ഇലക്ട്രിക്കലിന് കൊടുക്കുക. നേരെ മറിച്ച് മെക്കാനിക്കലുകാരാണെന്നുണ്ടെങ്കിൽ മേജർ ഫോക്കസ് സ്ട്രിക്ട്ലി ഇലക്ട്രിക്കലിന് കൊടുക്കുക. അതിനുശേഷം മാത്രം മെക്കാനിക്കലിലോട്ട് പോകാനാണ് പ്രൈമറി ആയിട്ട് നമുക്ക് സ്റ്റഡി പ്ലാൻ പറയാനുള്ളത്.
ദെൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഒരു ഡെയിലി ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 hours എങ്കിലും ഡെയിലി അറ്റ്ലീസ്റ്റ് 5 hours എങ്കിലും സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം. ഒരു രാവിലെ 3 മണിക്കൂർ, ഉച്ച കഴിഞ്ഞ് 2 മണിക്കൂർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട്, കാൻഡിഡേറ്റ്സിന്റെ കൺവീനിയൻസ് അനുസരിച്ചുകൊണ്ട് അറ്റ്ലീസ്റ്റ് 5, ബെറ്റർ ഒരു 6 or 7 ഒക്കെ ആണെങ്കിൽ ബെറ്റർ. ബട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കാണും, അങ്ങനത്തെ ഒക്കെ ആൾക്കാർ കാണും. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു 4-5 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൃത്യമായിട്ട്, കാരണം ഇപ്പോൾ PSC എല്ലാം നല്ല സ്ട്രിക്ട്ലി എല്ലാ എക്സാംസ് നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വിത്തിൻ 6 months എക്സാം ഒക്കെ നടക്കുന്ന രീതിയിലെല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി ഒരു 8ാം മാസമോ അല്ലെങ്കിൽ 9ാം മാസമോ ഒക്കെ എക്സാം വരും. ആ രീതിയാണ് PSC പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 5 മാസമേ ഉള്ളൂ, അതായത് 150 ദിവസമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് ഈ 150 ദിവസം 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സബ്ജക്ട് തീർക്കണം, ഐ മീൻ സിലബസ് തീർക്കണം. നെക്സ്റ്റ് ഒരു 40 to 50 days കൊണ്ട് കംപ്ലീറ്റ്ലി റിവിഷൻ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ പ്ലാൻ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാനും പ്രോപ്പറായിട്ട് സിലബസ് കവർ ചെയ്യാനും സാധിക്കും. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ എല്ലാവരുടെയും കേപ്പബിലിറ്റി ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങളുടെ കേപ്പബിലിറ്റി എന്താണ് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് എത്ര അവേഴ്സ് നിങ്ങൾക്ക് ഒരു പെർ ഡേ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഒരു ടൈം ലിമിറ്റ് വെക്കുക, 150 days എന്ന് പറയുന്ന ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ഈ 150 days നമ്മുടെ സ്വന്തമായിട്ടുള്ള കേപ്പബിലിറ്റിയും ടൈം അവൈലബിലിറ്റിയും ഒക്കെ അനുസരിച്ചുകൊണ്ട് ഒരു പ്ലാൻ മേക്ക് ചെയ്ത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാതെ പറയാൻ നമുക്ക് കറന്റ് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ബട്ട് നമ്മുടെ സജഷൻ അറ്റ്ലീസ്റ്റ് 5 hours പെർ ഡേ സ്പെൻഡ് ചെയ്യാൻ സാധിക്കണം. ദെൻ ഈ 150 day എന്നുള്ള 100 day കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സിലബസ്, ഒരു വലിയ സിലബസ് ആണ്, ഈ 100 days കൊണ്ട് ഈ ഒരു സിലബസ് തീർക്കുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവും കൂടെ മുന്നിൽ വെച്ചുകൊണ്ട് ടൈം മാനേജ്മെന്റും ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാനിങ്ങും മാനേജ്മെന്റും എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. സാർ, ഈ സ്റ്റഡി പ്ലാനെ പറ്റി പറഞ്ഞപ്പോൾ മിനിമം 5 hours സ്പെൻഡ് ചെയ്യണം തോന്നി. പക്ഷെ അതിനകത്തുള്ളൊരു സംശയം, ഒരു ഉദ്യോഗാർത്ഥി എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നൊരു സംശയമാണ്. അതായത് ഇപ്പോൾ അതിനകത്ത് നമ്മൾ മുൻവർഷ ചോദ്യ പേപ്പറുകൾ, മോക്ക് എക്സാമുകൾ, ഇവയൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ സിലബസ് മാനേജ് ചെയ്യണമെന്ന്. ഇതിനെ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇതിനകത്ത് മുൻവർഷ ചോദ്യ പേപ്പറുകൾ എങ്ങനെ യൂസ് ചെയ്യണം, മോക്ക് എക്സാംസ് എങ്ങനെ യൂസ് ചെയ്യണം, അതെങ്ങനെയാണ് നമ്മളെ ഇതിനകത്ത് എത്രത്തോളം ഡിപ്പെൻഡബിൾ ആയിട്ട് നമ്മൾ ഇതിനെ എടുക്കേണ്ടി വരും? നമ്മൾ എപ്പോഴും പഠിച്ചു തുടങ്ങുമ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ഒരു ബെഞ്ച് മാർക്ക് ആക്കി വെച്ചിട്ട് തന്നെ വേണം പഠിക്കാൻ വേണ്ടി. അപ്പോൾ ഓൾറെഡി സൈറ്റിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു 2022 തോന്നുന്നു ലാസ്റ്റ് എക്സാം നടന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെക്കുക. ഏത് ലെവലിലായിട്ട് ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഡെപ്തിൽ പോയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം ഓരോ ഫസ്റ്റ് മോഡൽ എടുക്കുക. ആ മോഡലിൽ നിന്ന് ഏത് തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഫസ്റ്റ് മോഡൽ ആണെങ്കിൽ അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 50 or 60 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം പഠിക്കുന്ന സമയത്ത് തന്നെ. ദാറ്റ് മീൻസ് നിങ്ങളിപ്പോൾ ഇപ്പോൾ ഇന്ന് പഠിച്ചു തുടങ്ങുവാണെങ്കിൽ ഒരു 5 days കൊണ്ട് ഫസ്റ്റ് മോഡൽ തീരുകയെന്ന് വിചാരിക്കുക. 6th day റിവിഷൻ ആൻഡ് 7th day ഇതിനെ പറ്റിയുള്ളൊരു ഒരു എക്സാം. അത് സ്വന്തമായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ നിന്ന് എടുക്കാനാണെങ്കിലും ശരി, ഒരു 7th day ആകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ഈ ഒരു മോഡലിൽ നിന്ന് ഒരു 50 or 60 MCQs ഉണ്ടായിരിക്കണം. അത് പ്രീവിയസ് ഇയർ ആകാം, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ അവൈലബിൾ ആണ്. ആ ബാങ്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ബട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു മോഡ്യൂൾ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് മുന്നേ ചോദിച്ചിട്ടുള്ള കേരള PSC ആകാം, UPSC ആവാം, SSC ആവാം, ഏത് വേണമെങ്കിലും ആകാം, എവിടെ നിന്നെങ്കിലുമൊക്കെ ഉള്ള ഒരു 50 or 60 or 70 MCQs നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ബട്ട് അത് പ്രീവിയസ് എക്സാമിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ഈ ഒരു 70-50 ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കും ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിന്ന് വരിക. കാരണം പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. ഇതിന്റെ തന്നെ മറ്റ് രീതിയിലാകാം, തിരിച്ചോ മറിച്ചോ ഒക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. ഈ ഒരു 50 or 60 ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുള്ളൂ. അതിപ്പോൾ എല്ലാ മോഡലിൻ്റെ കേസ് അങ്ങനെ തന്നെയാണ്. ഇപ്പം 7 ദിവസം കാര്യം പറഞ്ഞു, കാരണം അത്രയും വലിയ സിലബസ് ആണ് ഫസ്റ്റ് മോഡൽ വരുന്നത്. സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു പക്ഷേ 3 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ തീർക്കാൻ സാധിക്കും. സപ്പോസ് 3 days കൊണ്ട് നമുക്ക് തീരുകയാണെന്നുണ്ടെങ്കിൽ 4th day റിവിഷൻ ആൻഡ് 5th day എക്സാം. അപ്പോൾ ഈ ഒരു രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിത്തിൻ 50 or 60 days കൊണ്ട് തന്നെ ആ ഇലക്ട്രിക്കലിൻ്റെ പോർഷൻ തീർക്കാൻ സാധിക്കും. സിമിലർലി മെക്കാനിക്കലി നമുക്ക് അതുപോലെ പ്ലാൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ തന്നെ. കാരണം നമ്മളിപ്പം സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് OMR എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഒരു 50% നെഗറ്റീവ് മാർക്ക് കാണാറുണ്ട്.
അതായത് നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും OMR ഷീറ്റ് പ്രിന്റ് ഔട്ട് എടുത്ത് ആ ഒരു OMRൽ തന്നെ വെറുതെ റഫ് ബുക്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1A എന്ന് എഴുതി ശീലിക്കാതെ OMR ഷീറ്റിൽ തന്നെ എഴുതി ശീലിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് ടെൻഡൻസി ഉണ്ട് എക്സാം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ 50% ഉറപ്പാണെങ്കിൽ പോലും കറപ്പിച്ചേക്കാം ഒരു ടെൻഡൻസി എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത് ഒഴിവാക്കണം. 50% ആണെങ്കിൽ ഡെഫിനറ്റ്ലി വിട്ട് കളയണമെന്ന് ഞാൻ പേഴ്സണലി പറയുള്ളൂ. ഒരു 80% ആണെങ്കിൽ പോലും ഒഴിവാക്കാമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ. കാരണം ഒരു നെഗറ്റീവ് മാർക്ക് വന്നാൽ ഒരു 10-100 പേരെ ഫ്രണ്ടിലോട്ട് കയറി പോകാനുള്ള പ്രോബബിലിറ്റിയാണുള്ളത്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് മാർക്ക് നമുക്ക് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് കറന്റ് PSC ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയണത്. അപ്പോൾ അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മോക്ക് ടെസ്റ്റ് നമ്മൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യണം. എത്രത്തോളം മോക്ക് ടെസ്റ്റ് അപ്പിയർ ചെയ്യുന്നു അത്രയും നെഗറ്റീവ് ഒഴിവാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഇൻക്രീസ് ആവുമെന്നാണ് ഞാൻ ഇത്രയും നാൾ പഠിപ്പിച്ചിരുന്ന ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഓരോ മോഡ്യൂൾ വൈസ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതണം. ആൻഡ് സബ്ജക്റ്റ് വൈസ് ഇലക്ട്രിക്കലിൻ്റെ മോക്ക് ടെസ്റ്റ് എഴുതണം, മെക്കാനിക്കലിൻ്റെ എഴുതണം. ദെൻ അവസാനം സിലബസ് എല്ലാം കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് ഒരു 100 ക്വസ്റ്റ്യൻ്റെ പാക്കേജ് ആയിട്ടുള്ള എക്സാം തന്നെ നിങ്ങൾ ടൈം ലിമിറ്റ് വെച്ചുകൊണ്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ടൈം ലിമിറ്റ് വെച്ചുകൊണ്ട് OMR ഷീറ്റിൽ തന്നെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയാൽ മാത്രമേ ഈ പറയുന്ന നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന ക്രൂഷ്യൽ പോയിന്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് എത്രത്തോളം എലിമിനേറ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ പ്രോബബിലിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ദെൻ റിവിഷൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് ഡെഫിനറ്റ്ലി റിവൈസ് ചെയ്യണം. സബ്ജക്റ്റ് തീരുവോ തീരാതിരിക്കുമോ എന്തെങ്കിലും ആവട്ടെ, വർക്കിംഗ് ഡേയ്സ് 5 days നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാറ്റർഡേ ഓർ സൺഡേ ഒരു ദിവസം റിവിഷന് വേണ്ടി തന്നെ മാറ്റി വെക്കണം. അത്രയും നാളും പഠിച്ച എന്താണോ അത് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യണം. എന്തൊക്കെ പഠിച്ചു, അതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്, എന്തൊക്കെ ചോദിക്കാം. സിമ്പിൾ ChatGPT ചോദിക്കുകയാണെങ്കിലും ശരി, ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കുകയാണെങ്കിലും ശരി, എന്ത് വേണമെങ്കിലും നോക്കാം. ബട്ട് 1 day നിങ്ങൾ റിവിഷന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഇല്ലാതെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഒരു റാലി പോലെ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20-25 ദിവസം കഴിയുമ്പോഴേക്കും ഒന്നാമത്തെ ദിവസം എന്താണ് പഠിച്ചത് നമ്മൾ ഓർത്തിരിക്കണം എന്നില്ല. അപ്പോൾ ഒരു 5 days പഠിക്കുക, നെക്സ്റ്റ് ഡേ റിവൈസ് ചെയ്യുക. അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ ആ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു ടച്ച് കീപ്പ് ചെയ്യാൻ സാധിക്കും. സോ റിവിഷൻ ഭയങ്കര ക്രൂഷ്യലാണ്. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ ക്രൂഷ്യൽ ഫാക്ടറാണ് നമ്മുടെ കേരള PSCയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മള് പഠനത്തിന്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഈ ഒരു സ്ട്രാറ്റജി വെച്ച് പഠിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സക്സസ് പോയിന്റ് ആണ്. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ അപ്പ് ചെയ്യാൻ ഒരു കോച്ചിങ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നാണ് സാർ കരുതുന്നത്? ആക്ച്വലി ഇപ്പോൾ ഒരു പുതിയ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ITIയോ ഡിഗ്രിയോ ഡിപ്ലോമ കഴിഞ്ഞ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാം ആയിരിക്കും അറ്റൻഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ അവർ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ്, ഒരു ടെക്നിക്കൽ ടൈപ്പ്, ആ ഒരു ടൈപ്പ് ഓഫ് എക്സാമിനായിട്ട് എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നമ്മളൊരിക്കലും ഡിസ്ക്രിപ്റ്റീവ് ഓറിയൻറ്റായിട്ട് പഠിക്കുന്ന ഒരു കാൻഡിഡേറ്റിന് ഒബ്ജക്റ്റീവ് ഓറിയന്റിലോട്ട് വരുമ്പോഴേക്കും എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഒരിക്കലും നമ്മൾ വളരെ ബ്രോഡായിട്ട് പോകാതെ വളരെ നാരോ ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് എക്സാം ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറയുന്നത് ഒരു പക്ഷേ അറിയാത്തൊരു കാര്യമായിരിക്കും. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണ് ഒരു എക്സാമിനെ സിലബസിനെ ബേസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഒരു ഗൈഡൻസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സിലബസ് എടുക്കുന്നു, പ്രീവിയസ്ലി എങ്ങനെയാണ് ഇവർ PSC ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്ന സബ്ജക്റ്റിൽ നിന്ന് അതിൻ്റെ നോളജ് എങ്ങനെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിലറിവില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആ സബ്ജക്റ്റിനെ പഠിച്ചെടുക്കാം, ആ പഠിച്ചത് ഈ ഒരു ടൈം ബൗണ്ട്നെസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ സിലബസിനെ തീർക്കാൻ സാധിക്കും, എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും, എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും എങ്ങനെ നല്ല മാർക്ക് കിട്ടാൻ സാധിക്കുമെന്ന് നമ്മളൊരു ഗൈഡൻസ് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും. ആ രീതിയിൽ കുട്ടികൾക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സിലബസ് ഈ ഒരു ടൈം ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ സിലബസ് തീർക്കാനും അതിൻ്റെ ഒപ്പം തന്നെ റിവൈസ് ചെയ്യാനും മോക്ക് ടെസ്റ്റ് അപ്പിയർ ചെയ്യാനും ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു എക്സാമിലോട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അച്ചീവ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഇവർക്ക് ഒരു നല്ലൊരു മാർക്കിലോട്ട് എത്താൻ സാധിക്കും. അതാണ് പ്രധാനമായിട്ട് ഈ ഒരു പറയുന്ന കോച്ചിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇല്ലാതുകൊണ്ട് എന്താ ചെയ്യുക, കുട്ടികൾ കംപ്ലീറ്റ് സിലബസ് പഠിക്കും, ടൈം എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യാതെ മൊത്തത്തിൽ പഠിച്ചു പോകുമ്പോൾ തന്നെ ഒരുപക്ഷെ എക്സാം എത്തുമ്പോഴേക്കും ഒരുപക്ഷെ ഈ 50% സിലബസ് പോലും കവർ ചെയ്ത് കാണില്ല. പ്രധാനമായിട്ടും ഈ ഒരു 5 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഈ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോകണം. അത് വളരെ ബ്രോഡായിട്ട് പോവാതെ സിലബസ് ഓറിയന്റഡ് ആയിട്ട്, നാരോ ആയിട്ട്, സിലബസ് ഓറിയന്റഡ് ആയിട്ട്, ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കും. അപ്പം കുട്ടികൾക്ക് ടൈം മാനേജ് ചെയ്യാൻ സാധിക്കും, ടൈം ലാഭിക്കാൻ സാധിക്കും, റിവിഷന്
സഫീഷ്യൻറ്റ് ടൈം കിട്ടും, മോക്ക് ടെസ്റ്റിന് സഫീഷ്യൻറ്റ് ടൈം കിട്ടും. ഇവർക്കൊരു ഐഡിയ ക്വസ്റ്റ്യൻ എക്സാമിനോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ഓക്കെ ഇന്ന ചോദ്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും, അത് റിവൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഓക്കെ ഞാനിത് പഠിച്ചതാണല്ലോ, അതൊരു പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു എക്സാമിലോട്ട് അപ്പിയർ ചെയ്യാനൊരു ഒരു കേപ്പബിലിറ്റിയും കൂടെ അച്ചീവ് ചെയ്യും. സോ ഇതാണൊരു കോച്ചിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഏത് എക്സാം ആണെന്നുണ്ടെങ്കിലും കോച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇനി നമുക്കറിയാനുള്ളത് ഈ ഒരു ജോലിയുടെ വർക്ക് എൻവയോൺമെന്റ് ആണ്. ഇപ്പൊ സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ ജോലി ഏതൊക്കെ മേഖലയിലാണ് വരുന്നത്, അതായത് അതിന്റെ 3-4 സ്റ്റേജുകളൊക്കെ പറഞ്ഞു. ഇതിന്റെ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കും, ഈ ജോലിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു ലെവൽ എങ്ങനെയായിരിക്കും? അതായത് ഒരു ഔട്ട്ഡോറിൽ വളരെയധികം നേരം ജോലി ചെയ്യേണ്ടതാണോ, അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് ആണോ, എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ജോലിയുടെ ഒരു ഗ്രൗണ്ട് എങ്ങനെയായിരിക്കും? ഇല്ല, അങ്ങനെ ഒരു ഔട്ട്ഡോർ ഓപ്പറേഷൻ അല്ല ആ ഒരു ടൈപ്പ് ഓഫ് ജോബ് അല്ല. ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുക, പമ്പിങ് മാനേജ് ചെയ്യുക, പ്ലാന്റിലെ പരിപാടികളൊക്കെ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ ടാങ്കിലോട്ട് പമ്പ് ചെയ്യുന്നതൊക്കെ മാനേജ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഒരു ഫീൽഡ് വർക്ക് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക, വാട്ടർ ലെവലിനെ പറ്റിയൊക്കെ നോക്കുക, മോണിറ്റർ ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഔട്ട്ഡോർ ടൈപ്പ് ഓഫ് ജോബ് പ്രൊഫൈൽ അല്ല ഇതിന് വരുന്നത്. ജസ്റ്റ് ഒരു മോണിറ്റർ ചെയ്യുക, മാനേജ് ചെയ്യുക, ആ ഒരു ടൈപ്പ് ഓഫ് ജോബ് പ്രൊഫൈലാണ് ഈ പറയുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ ബട്ട് ഇത് 24/7 ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെക്കാനിസമാണ് ഈ പറയുന്ന വാട്ടർ അതോറിറ്റിയുടെ ഈ ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 3 ഷിഫ്റ്റ് ആയിട്ട് ഒരു ദിവസം തന്നെ 8 അവേഴ്സിന്റെ 3 ഷിഫ്റ്റ് ആയിട്ട് ആണ് ഇതിന്റെ ഒരു ജോബ് വരുന്നത്. അത് ഈ പറയുന്ന പോലെ തന്നെ 24/7 ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു ഡേ ഷിഫ്റ്റ് ആണ്, ഈവനിങ് ആണ്, നൈറ്റ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ അത് എംപ്ലോയീസിന്റെ ഒക്കെ അവൈലബിലിറ്റി അനുസരിച്ചുകൊണ്ട് ഈ ഷിഫ്റ്റ് മാറി മാറി വരാം. മേ ബി ഡേ ആകാം, നൈറ്റ് ആകാം, ഈവനിങ് ആവാം. അത് അക്കോർഡിംഗ് ടു അവൈലബിലിറ്റി ഈ ഷിഫ്റ്റ് മാറി മാറി വരും. ബട്ട് എല്ലാം ഈ പറയുന്ന മോണിറ്ററിങ് ആൻഡ് മാനേജിങ് ടൈപ്പ് ഓഫ് ഒരു റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ ഒരു ജോബിന് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഇനി ഈ റോളിൽ, അതായത് എന്റെ ജോലിയുടെ റോള് മനസ്സിലായി. അപ്പൊ ഇതിൽ ഈ ഒരു പോസ്റ്റിലേക്ക് കയറുന്ന ഒരു ഉദ്യോഗാർത്ഥി എങ്ങനെയാണ് പ്രൊമോഷൻ സാധ്യത? ഏതൊരാളും കയറുന്ന ഈ ഒരു പോസ്റ്റിൽ തന്നെ ഇരിക്കാനല്ലോ. അപ്പൊ എത്രത്തോളം പ്രൊമോഷൻ സ്കോപ്പ് ഈ ഒരു പോസ്റ്റിലുണ്ടാവും? നിലവിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഇലക്ട്രിക്കലാർക്കും മെക്കാനിക്കലുകാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ഒരു പ്രൊമോഷണൽ ആസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കലുകാർക്കാണ് പ്രൊമോഷണൽ ആസ്പെക്റ്റിൽ കുറച്ചും കൂടി ഇത് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. കാരണം ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ എഴുതി ഈ പറയുന്ന ഓവർസിയർ ആയിട്ട് ഡ്രാഫ്റ്റ്മാൻ പോലെയുള്ള ഒരു ഹയർ ഓപ്പർച്യൂണിറ്റിയിലോട്ട് പോകാൻ പറ്റും. ബട്ട് ഒരു ഇലക്ട്രിക്കൽ കാൻഡിഡേറ്റ്സിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തരത്തിലുള്ള പ്രൊമോഷനൊന്നും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചേക്കുന്നത്. ബട്ട് ഒരു ഹെഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ലെവലിലോട്ടൊക്കെ പോയാൽ പോലും വേറെ ഒരു ലെവലിലേക്ക്, ഒരു സബിന്റെ ലെവലിലേക്കോ അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ്മാനോ എ പോലുള്ള ലെവലിലോട്ടൊന്നും ഒരു ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കറന്റ് ഇലക്ട്രിക്കൽ കാൻഡിഡേറ്റ്സിനില്ല. നേരെ വെച്ച് മെക്കാനിക്കലിന്റെ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓവർസിയർ ഒക്കെ ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ എഴുതി കയറി ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ബട്ട് ഒരു ഇലക്ട്രിക്കലിന് പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ബട്ട് മെക്കാനിക്കലുകാർക്ക്, സിവിലുകാരൊക്കെ ഈ വാട്ടർ അതോറിറ്റിയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പല പോസ്റ്റിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി ഈ പറയുന്ന എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് കയറി പോകുന്ന ഒരു പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് ഇലക്ട്രിക്കലുകാർക്ക് ലിമിറ്റഡ് ആണ്. മെക്കാനിക്കലുകാർക്ക് കുറച്ചുകൂടെ ബെനിഫിഷ്യലാണ് ഈ പറയുന്നത് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ജോബ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു പ്രൊമോഷണൽ ആസ്പെക്റ്റിൽ പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇതിന്റെ സാലറി സ്കെയിൽ എങ്ങനെയാണ്? എന്റെ ഒരു സാലറിയെ പറ്റി പറയുകയാണെങ്കിൽ സാലറി ഒരു എൻട്രി കേഡർ ആണെന്നുണ്ടെങ്കിൽ 27,200 ആണ് ബേസിക് പേ എന്ന് പറയുന്നത്. ദെൻ ഈ പറയുന്ന റിവിഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്ക് എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ച് അപ് ടു 72,000 വരെ, 72,600 വരെ പറ്റും. ബട്ട് കയറുമ്പോഴേക്കും ഒരു 27,300 ആണ്, 200 ആണ് ഒരു ബേസിക് പേ കയറുമ്പോൾ കിട്ടുന്നത്. ബട്ട് ഇൻ ഹാൻഡ് ഒരു 35 ഒക്കെ, അറൌണ്ട് 30 ഇൻ ഹാൻഡ് ഒരു ഫ്രഷർ കയറുമ്പോഴേക്കും ഇൻ ഹാൻഡ് കിട്ടുന്ന ഒരു 35 റേഞ്ചിലൊക്കെ ഇൻ ഹാൻഡ് കിട്ടും. ഇതാണ് എൻ്റെ ഒരു സാലറിയുടെ പോയിന്റിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പം ഓൾറെഡി നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനിയും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ ഇതിനായിട്ട് തയ്യാറെടുക്കുന്ന സാർ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം വരെ നീണ്ടുപോകുന്ന ഒരു വലിയ റോങ് പ്രോസസ്സാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു എക്സാമിനേഷന് വേണ്ടി ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കൺസിസ്റ്റൻസിയോട് കൂടി മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും? അതിന് കുട്ടികൾക്ക്, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ എന്താണ് സാറിന് കൊടുക്കാറുള്ളത്? മോട്ടിവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എക്സാം എന്താണെന്ന് മനസ്സിലാക്കുക. എക്സാം എന്നാണ് വരുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ കാലഘട്ടത്തിലായിരിക്കും ഈ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടികൾ അത് അഡ്മിറ്റ് ചെയ്യുക. അടുത്ത് തന്നെ എക്സാം ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ അഡ്മിറ്റ് ചെയ്യുക.
നിങ്ങൾക്കൊരു ജോലി വേണം, അതായത് ഒരു ITI ആണ്, ഡിപ്ലോമ ആണ്, ഡിഗ്രി ആണെന്നുണ്ടെങ്കിലും ഒരു PSC ജോബ് വേണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ദെൻ എക്സാം ഇന്ന കാലയളവിൽ ഒരു ഓഗസ്റ്റ്, ഇപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞാലും ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. വൺസ് നിങ്ങളിപ്പം ഒരു 27,030 ആണെന്ന് സാലറി എന്ന് വിചാരിക്കേണ്ട, ബട്ട് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഗുഡ് പെർമനന്റ് ജോബ് കയ്യിൽ കിട്ടുമെന്നുള്ളൊരു ആസ്പെക്റ്റിൽ വേണം നിങ്ങൾ ചിന്തിച്ചു തുടങ്ങാൻ വേണ്ടി. അതിനേക്കാൾ ഉപരി കുറച്ചുകൂടെ ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ കഴിഞ്ഞ തവണത്തെ ഏകദേശം 550-600ഓളം അഡ്വൈസ് പോയ ഒരു ജോബാണ് ഈ പറയുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ അത്യാവശ്യം നല്ല ഇൻടേക്ക് കാണും. ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടി വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇനിയുള്ളൊരു 3-4 വർഷം 10-600 ആൾക്കാരെ ഗവൺമെന്റ് എടുക്കുകയാണ്, അതിലൊരാൾ നിങ്ങളാകണം എന്നുള്ള തോട്ടിൽ തന്നെ ഈ ഒരു 6 മാസം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ഒരു ടെമ്പററി ജോലി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അത് വിട്ടിട്ട് ഇത് പ്രിപ്പയർ ചെയ്താലും കുഴപ്പമില്ല. കാരണം നിങ്ങൾക്ക് കയ്യിലോട്ട് കിട്ടാൻ പോകുന്നത് സ്ട്രെസ് റിലീഫ് ആയിട്ടുള്ള കൂടുതൽ ഹെക്ടിക് ജോബ് അല്ലാത്ത ഒരു നല്ലൊരു ജോബും കൂടുതൽ പ്രഷർ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോബിന്റെ ഓപ്പർച്യൂണിറ്റിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഇതിന്റെ സിലബസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 60% ഇലക്ട്രിക്കലിന്റെ തന്നെ ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പം ഇലക്ട്രിക്കൽ ഇത്രയും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിലബസ് തന്നെയാണ് അപ്പുറം പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു 100% എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറം നിങ്ങൾക്ക് ഒരു 60% എഫേർട്ട് ഇടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. മെക്കാനിക്കലിനെ അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര കുറച്ച് എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു എക്സാമിന് നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പം അത്രയും കൊളാബറേറ്റീവ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2026ഓട് കൂടി തന്നെ നിങ്ങളൊരു 5-6 എക്സാം എഴുതി ഒരു 27 കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കൊരു ജോലി, ഗവൺമെന്റ് ജോലിയിലോട്ട് കയറാനുള്ള ഓപ്പർച്യൂണിറ്റി, ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി നിലവിൽ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു 6 മാസം കൃത്യം ഓഗസ്റ്റ് വരെയുള്ള 5-6 മാസം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം മാനേജ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 27 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കേരള PSCയുടെ ഏതെങ്കിലും, ഇപ്പം ഇലക്ട്രിക്കലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇലക്ട്രീഷ്യൻസ് ഉണ്ട്, ലൈൻമാൻ ഉണ്ട്, ഈ പറയുന്ന ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. മെക്കാനിക്കലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡ്രാഫ്റ്റ്മാൻ പോലെയുള്ള, ഓവർസിയർ പോലെയുള്ള അതുപോലെയുള്ള വേക്കൻസീസ് ഒക്കെ ഇഷ്ടംപോലെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ എക്സാമിന് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആകും ഈ പറയുന്ന സിലബസ് നിങ്ങൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളിപ്പം ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല, ഇനി വരുന്ന കമ്മിങ് എക്സാംസിനും ഇപ്പം നിങ്ങൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏതിനെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുകയും ഏതെങ്കിലുമൊക്കെ ജോലി കിട്ടും. ഇത് മാത്രമല്ല വേറെ ഏതെങ്കിലുമൊക്കെ ജോലി കിട്ടുമെന്നുള്ളത് നമുക്ക് ഷുവറായിട്ട് പറയാൻ സാധിക്കും. ബട്ട് പഠിക്കണം എന്നുള്ള പറയുന്ന ഒറ്റൊരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞത് 150 ദിവസത്തിൻ്റെ ഒരു സ്ട്രാറ്റജി, ഈ 150 ദിവസം നിങ്ങൾ സ്ട്രിക്ട്ലി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വരുന്ന ഏതെങ്കിലുമൊക്കെ എക്സാം നിങ്ങൾക്ക് ഷുവറായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കാൻഡിഡേറ്റ് ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രോഡായിട്ട് പോവാതെ നാരോ ആയിട്ട് സിലബസിനെ ഫോക്കസ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം മാനേജ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു 26ഓട് കൂടി 26ൽ നിങ്ങൾ എഴുതുന്ന ഒരു 4-5 എക്സാമിൽ ഒരു 2-3 എക്സാമിനെങ്കിലും നിങ്ങൾ ടോപ്പ് ലെവലിൽ എത്തുന്ന ഷുവറായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. കാരണം ഓൾറെഡി ഈ 2020 ശേഷം ഇഷ്ടം പോലെ, ഇപ്പോൾ ഇതിന് തന്നെ 580 അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരുപക്ഷെ ഇതിന്റെ നോട്ടിഫിക്കേഷനും ഒരു 10-300 ഒക്കെ എടുക്കാതിരിക്കാം. സോ അത്രയും വേക്കൻസി വരുന്നുണ്ട്. ഇതുപോലെ ലൈൻമാൻ ആണെങ്കിലും ഇലക്ട്രീഷ്യൻ ആണെങ്കിലും അത്രത്തോളം ഇൻടേക്ക് വരുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ച നോളജ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ഉള്ളത്. വളരെ വിലപ്പെട്ട സമയമാണ് സാർ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ മേഖലയിലെ ഉദ്യോഗാർത്ഥികൾ, പ്രത്യേകിച്ചും ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രീമിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള വലിയ ചുവടുവെപ്പിന്റെ തുടക്കമായി ഇതിനെ കൺസിഡർ ചെയ്യുക. അതായത് ഈ ഒരു എക്സാമിനേഷനുള്ള ഒരു തയ്യാറെടുപ്പ് ഈ വർഷത്തെ ബാക്കി വരുന്ന മറ്റ് എക്സാമിനേഷന്റെ വലിയ ലക്ഷ്യത്തിനുള്ള ഒരു വേദിയായിട്ട് മാറും. ഈ ഒരു എക്സാമിനേഷൻ തയ്യാറെടുത്ത് നിങ്ങൾ ഇതിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ പോലും ഈ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾക്ക് അനായാസേന മറ്റ് എക്സാമുകൾക്കും ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പാണ്. അതായത് മനസ്സിലെ എല്ലാ ചിന്തകളും ഉപേക്ഷിച്ചുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലി ഉണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇനിയുള്ള AE പോലുള്ള വലിയ എക്സാമിനേഷനുകൾക്ക് തയ്യാറെടുക്കാനുള്ളൊരു ഏരിയ കൂടിയാണ് ഈ ഒരു എക്സാം അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് എന്ന് നമ്മൾ ഉറപ്പിക്കുക. അപ്പോൾ നമ്മുടെ വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള വലിയ ചവിട്ടുപടിയായി ഈ ഒരു എക്സാമിനേഷനെ കൺസിഡർ ചെയ്യാം. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.